സമൂഹത്തിൽ സന്തോഷത്തിന്റെയും തുല്യതയുടെയും സന്ദേശം പകരുന്ന ഓണാഘോഷങ്ങൾ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 എന്ന ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ സംസ്കാരവും പൈതൃകവും വിളിച്ചോതുന്ന കാലമാണ് ഓണക്കാലമെന്ന് പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ഓണം സമൂഹത്തിൽ സന്തോഷത്തിന്റെയും തുല്യതയുടെയും സന്ദേശം പകരുന്ന ആഘോഷമാണെന്നും ആഘോഷങ്ങൾ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 എന്ന ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചോതുന്ന ഒരു സമയമാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിലുള്ള ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. കേരളത്തിലെമ്പാടും വിവിധ വകുപ്പുകളുമായി ചേർന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. അത്തരം ആഘോഷ പരിപാടികൾ നഗര കേന്ദ്രീകൃതമായി മാത്രം ഏതെങ്കിലും നഗരപ്രദേശങ്ങളിൽ മാത്രമായി നിൽക്കേണ്ടുന്നതല്ല. ഓണം എന്ന് പറയുന്നത് സമത്വത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത്, തുല്യതയുടെ സന്ദേശമാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടതിൻ്റെ സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓണാഘോഷ പരിപാടികൾ നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ജില്ലയിൽ ഇതിനെക്കുറിച്ച് കൂടിയാലോചന നടത്തിയപ്പോൾ ഈ പരിപാടി ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഇതുപോലെ ഒരു ആദിവാസി ഉന്നതിയിൽ വെച്ച് തന്നെ നടത്തണം എന്ന് തീരുമാനിക്കുകയും അത് ഏറ്റവും ഗംഭീരമായി തന്നെ സംഘടിപ്പിക്കുവാനായിട്ട് ഇതിൻ്റെ സംഘാടകർ ഇവിടെ തയ്യാറാവുകയും ചെയ്തത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംസ്ഥാനത്തുടനീളം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആഘോഷമെന്ന നിലയിൽ ഓണത്തിന്റെ സന്ദേശം സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പന്തപ്രയിലെ ആദിവാസി ഉന്നതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചതെന്ന് ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ തലത്തിലും മുന്നോട്ട് പോകണം. ഈ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് എല്ലാ തലത്തിലും നമ്മുടെ കൂട്ടായ്മയുടെയും നമ്മുടെ കരുതലിൻ്റെയും വലിയ ആഘോഷമാണ് ഓണം. നമ്മൾ പരസ്പരം സ്നേഹിച്ചും കരുതിയും മുന്നോട്ട് പോകുന്ന നാടാണെന്ന് ഒരിക്കൽ കൂടി കരുത്തോടുകൂടി തെളിയിക്കുന്ന ഈ ഓണാഘോഷം നമുക്ക് ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ സഹായകരമാകട്ടെ. പരിപാടിയുടെ ഭാഗമായി പന്തപ്രയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് മന്ത്രി ഓണക്കോടി വിതരണം ചെയ്തു. തുടർന്ന് ആദിവാസി സമൂഹ അംഗങ്ങൾക്കൊപ്പം മന്ത്രി ഓണസദ്യയിലും പങ്കുചേർന്നു. സദ്യയ്ക്ക് ശേഷം ആദിവാസി സമൂഹാംഗങ്ങൾക്കൊപ്പം മന്ത്രി റോജി എം ജോണും MLA ഷിബു തെക്കുംപുറവും നൃത്തച്ചുവടുകളുമായി ആഘോഷത്തിൽ പങ്കാളികളായി. മലയോര ഗ്രാമമായ മാമലക്കണ്ടത്തെ തനത് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനായി ആരംഭിച്ച കാഡ്ഫിൽ ബ്രാൻഡിന്റെ ആദ്യ ഉൽപ്പന്നം സംരംഭകരായ അമൽ KKയും വിഷ്ണു ബാലചന്ദ്രനും മന്ത്രിക്ക് കൈമാറി. മലയോര മേഖലയിലെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും പ്രാദേശിക സംരംഭകർക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ബ്രാൻഡ് ആരംഭിച്ചിരിക്കുന്നത്. ഷിബു തെക്കുംപുറം MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ADM മനോജ് K, RDO VE അബ്ബാസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി, DTPC സെക്രട്ടറി ലിജോ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കാന്തി വെള്ളക്കയ്യൻ, ലിസി സൈമൺ, അരുൺ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചിഞ്ചു ബിബി, വാർഡ് മെമ്പർമാരായ ബിന്ദു രാജേന്ദ്രൻ, റോബിൻ സാബു, ശ്രീജിത്ത് ശിവൻ, കവിത ഗോപകുമാർ, കുട്ടമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ, UDF നേതാക്കളായ AT പൗലോസ്, ജോഷി പൊട്ടക്കൽ, പീറ്റർ മാത്യു, CK സത്യൻ, ബാബു പോൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.